കനത്ത ചൂട് തുടരുകയാണ്. റൂമിലൊക്കെ ഫാൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗവും കൂടുന്നുണ്ട്. ചൂട് പാരമ്യത്തിലായതോടെ വൈദ്യുതി ഉപഭോഗം അങ്ങനെ കൂടുകയാണ്. പ്രതിദിന വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. ഇന്നലെ വൈകിട്ട് സംസ്ഥാനത്ത് 5031 മെഗാവാട്ടാണ് ഉപയോഗിച്ചത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, സ്വാഭാവികമാണ്, അത്രത്തോളം ചൂടുണ്ട്. വീട്ടിലായാലും പലയിടങ്ങളിലായാലും ഫാനും മറ്റ് സംവിധാനങ്ങളും ഇല്ലാതെ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്താണ് കണക്കുകൾ? പൂജ, ഈ 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട്. മഞ്ഞ അലർട്ടാണ്. അപ്പോൾ ചൂട് ഉയർന്നതിനൊപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം സംസ്ഥാനത്ത് കൂടുന്നു എന്നത് തന്നെയാണ്. കാരണം വലിയ തോതിലുള്ള ഫാനിന്റെ എസിയുടെ എല്ലാം ഉപയോഗം ഉണ്ടാകുന്ന സാഹചര്യം. പ്രതിദിന ഉപഭോഗം അതുകൊണ്ട് 100 ദശലക്ഷം യൂണിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 100.16 ദശലക്ഷം യൂണിറ്റ്. പീക്ക് ടൈമിൽ, അതായത് സന്ധ്യാസമയത്ത്, വൈകിട്ട് രാത്രി സമയത്താണ് ഉയർന്ന ഉപയോഗം ഉണ്ടായിരിക്കുന്നത്. അത് സർവകാല റെക്കോർഡാണ്. ഇന്നലെ വൈകിട്ട് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം 5031 മെഗാവാട്ട് ആയിരുന്നു. കഴിഞ്ഞ വർഷം 2023 ഏപ്രിൽ 19-ലായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം. അന്ന് 5024 മെഗാവാട്ട് ആയിരുന്നു. അപ്പൊ അത് മറികടക്കുന്ന ഒരു ഉപഭോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ്. ഈ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായി ഈ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളിൽ ജലനിരപ്പ് കുറയുന്ന ഒരു സാഹചര്യം. ഇടുക്കിയിൽ ഇപ്പോൾ ഉള്ളത് 48.79% ജലം മാത്രമാണ്. വൈദ്യുതി ബോർഡിന്റെ ആകെ എല്ലാ ഡാമുകളിലും കൂടി ഇപ്പോൾ 52.28% ജലമാണ് വൈദ്യുതി ഉൽപാദനത്തിലുള്ളത്. അതായത് ഇനി 2264.5 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് ഈ ഡാമുകളിൽ അവശേഷിക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.